ഇതൊരു പുതിയ ഫുട്ബോൾ സീസണാണ് ആൻഡ് ലമീൻ യമാൽ ഈസ് സ്റ്റിൽ സ്കോറിംഗ് കോപ്പി പേസ്റ്റ് ഗോൾസ് ആൻഡ് ഓഫ് കോഴ്സ് സീസണിലെ ഫസ്റ്റ് മാച്ച് ആണെങ്കിൽ പോലും FC ബാർസലോണയുടെ മാച്ച് ആയതുകൊണ്ട് തന്നെ കുറെ അധികം കോൺട്രവേഴ്സീസും ഉണ്ടായിരുന്നു. ബാർസലോണ 3-0 ജയിച്ച മാച്ചിൽ മയൂർക്കയ്ക്ക് 2 റെഡ് കാർഡ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ബട്ട് റഫീനയ്ക്ക് ഫസ്റ്റ് ഹാഫിൽ നടത്തിയ ഈ ഒരു ചലഞ്ചിന് റെഡ് കാർഡ് കൊടുക്കാത്തതായിരുന്നു ഏറ്റവും വലിയ കോൺട്രവേഴ്സി. ഐ മീൻ ഇറ്റ്സ് എ ബാഡ് ടാക്കിൾ ആൻഡ് റൂൾസ് അനുസരിച്ച് ഇറ്റ് ഷുഡ് ഹാവ് ബീൻ എ റെഡ്. പെർഫോമൻസ് വൈസ് യമാൽ ആൻഡ് റഫീന രണ്ടാളും നല്ലോണം കളിച്ചു. എക്സ്പെഷ്യലി യമാൽ. ബ്രദർ കാം ഡൗൺ. ബാക്കിയുള്ള പ്ലേയേഴ്സിനെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് 18 വയസ്സുള്ള പ്ലേയേഴ്സിനെ കുറിച്ച് പറയുമ്പോഴാണ് എസ്തവയോ ആള് ചെൽസിക്ക് വേണ്ടിയിട്ട് ഡെബ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് യു നോ ഇറ്റ് വാസ് ഓക്കെ. ആളുടെ ഫസ്റ്റ് മാച്ചിനുള്ള ആളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ക്രിസ്റ്റൽ പാലസ് ഒക്കെ എന്ത് ജാതി കളിയാ. ലിവർപൂളിനെ തോൽപ്പിച്ചത് ചക്കക്ക് കിട്ടിയ റിസൾട്ട് ഒന്നല്ല, അവരുടെ ഡിഫെൻസീവ് ഓർഗനൈസേഷൻ, ആ ഒരു പേഷ്യൻസ്, ആ ഒരു എഫേർട്ട്, അത് അത്രക്കുണ്ട്. ചെൽസിനെ സമനിലയിൽ പിടിക്കുക എന്നല്ല കേട്ടോ, ചെൽസിനെ ഒരു കളിപ്പിച്ചില്ല എന്ന് തന്നെ പറയാം. അതിനു പുറമെയാണ് എസയുടെ ഗോളായിട്ടുള്ള ഫ്രീ കിക്ക് റൂൾ ഔട്ട് കൂടെ ചെയ്തത്. അതിന് കൃത്യമായിട്ടുള്ള റൂൾസും കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷേ നമ്മളാരും ഒരിക്കലും ശ്രദ്ധിക്കാത്തൊരു റൂൾ ആയിരുന്നു എന്ന് മാത്രം. മറ്റ് 2 ലണ്ടൻ ക്ലബ്സും അവരുടെ ഫസ്റ്റ് മാച്ച് ജയിച്ചിട്ടുണ്ടായിരുന്നു. ടോട്ടനത്തിന്റെ പെർഫോമൻസ് വാസ് റിയലി ഇംപ്രസീവ്. റിച്ചാർലിസൺ ഓൾറെഡി ഒരു ഗോൾ ഓഫ് ദ സീസൺ കണ്ടൻഡറൊക്കെ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് കുഡൂസിന്റെ പെർഫോമൻസ് ഫുട്ബോൾ ഫാൻസ് ഇപ്പോഴാണ് ആളങ്ങനെ നോട്ടീസ് ചെയ്ത് വരുന്നത്. ആഴ്സണലിന്റെ കാര്യത്തില് they were embarrassing. ഞാൻ അത്രക്കും എക്സൈറ്റഡ് ആയിട്ടാണ് ഈ ഒരു മാച്ച് കാണാനിരുന്നത്. ആൻഡ് ഐ ഹാവ് ടു സേ ദിസ്, യുണൈറ്റഡ് ആഴ്സണലിനെക്കാളും നന്നായി കളിച്ച പോലെ തോന്നി. ഗ്യോക്കറിസിന്റെ ഒക്കെ കാര്യത്തില് ബ്രദർ ഇറ്റ്സ് നോട്ട് ലുക്കിംഗ് ഗുഡ് മാൻ. ഇതേപോലെയാണെന്നുണ്ടെങ്കിൽ കുറെ കാലം ഒന്നും നീണ്ടു പോകൂല. നിങ്ങൾക്ക് തന്നെ അറിയാം, ആളുടെ മേലെയുള്ള പ്രഷർ ആണെങ്കിലും ഹൈപ്പ് ആണെങ്കിലും കുറച്ചധികമാണ്, കുറച്ച് ബുദ്ധിമുട്ടും ആള്. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. യുണൈറ്റഡിന്റെ ഡെബ്യൂട്ടൻസിന്റെ കേസിൽ ദേ വർ ഡീസന്റ്. കുറെ യുണൈറ്റഡ് ഫാൻസ് ഓവർ ഹൈപ്പ് ചെയ്യുന്നതൊക്കെ ഞാൻ കാണുന്നു. അത് പിന്നെ സ്ഥിരം പല്ലവിയാണ്, അതുകൊണ്ട് ഞാൻ കുറെ ഒന്നും പറയണില്ല. ഈ ഒരു മാച്ചിലും കോൺട്രവേഴ്ഷ്യൽ എന്ന് പറയാൻ പറ്റുന്ന ഒരു മൊമെന്റ് ഉണ്ടായിരുന്നു. ഈ ഒരു ഫൗൾ, പെനാൽറ്റി, അപ്പീൽ. നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായാലും ഇതിനെ പറ്റിയിട്ടുള്ള കമന്റ് ചെയ്യുക. ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ്. ഞാൻ കുറെ ആയാലും ഇതൊക്കെ ചോദിച്ചിട്ട് ഒന്ന് ചെയ്യും. മറ്റൊരു ഡിസപ്പോയിന്റിംഗ് ഡെബ്യൂ വാസ് ഫ്രം വേർഡ്സ്. ലിവർപൂൾ 4-2 മാച്ചൊക്കെ ജയിച്ചെങ്കിലും സോഷ്യൽ മീഡിയ വേർഡ്സിനെ തലങ്ങും വിലങ്ങൂട്ട് അടിക്കാണ്. ബുണ്ടസ് ലീഗയിലെ പോലെ ഇൻഫിനിറ്റ് ടൈം ഒന്നും പ്രീമിയർ ലീഗിൽ കിട്ടൂല, വേർഡ്സ് ഇവിടെ ഫ്ലോപ്പ് ആവും എന്നൊക്കെ പറഞ്ഞിട്ട്. പേഴ്സണലി എനിക്ക് വേർഡ്സിനെ നല്ല ഇഷ്ടമാണ്. ആള് സക്സീഡ് ആവണം തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. ബട്ട് ബുണ്ടസ് ലീഗ ആൻഡ് പ്രീമിയർ ലീഗ് അവർ തമ്മിലുള്ള ആ ഒരു ബന്ധം അത്ര ശരിയല്ല. അവിടുന്ന് ഒരു പുതിയ പ്ലെയർ ഹൈപ്പിൽ വരുമ്പോൾ, ഗ്യോക്രസ് ആയാലും വേർഡ്സ് ആയാലും ഇവരുടെയൊക്കെ ഫസ്റ്റ് മാച്ച് ആയിട്ടുള്ളൂ. സോ ഓൾറെഡി വലിയൊരു ജഡ്ജ്മെന്റ് കൊടുക്കുക എന്നുള്ളതൊന്നും അവരെ സംബന്ധിച്ച് ഫെയർ അല്ല. പക്ഷേ ഇത് ഫുട്ബോൾ ആണ്, അവർ അത്രക്കും ഹൈപ്പുള്ള പ്ലേയേഴ്സ് ആണ്, അത്രക്കും പൈസ ചെലവാക്കിയ പ്ലേയേഴ്സ് ആണ്. അത് വരും, പറഞ്ഞിട്ട് കാര്യമില്ല. പ്രീമിയർ ലീഗിലെ ഫസ്റ്റ് മാച്ച് ഡേയിലെ എന്നെ ഏറ്റവും അധികം ഇംപ്രസ് ചെയ്യിപ്പിച്ച പെർഫോമൻസ് ആയാലും ഡെബ്യൂട്ടൻസ് ആയാലും എല്ലാം മാഞ്ചസ്റ്റർ സിറ്റി എന്നുള്ളതാണ്. ലാസ്റ്റ് സീസണിൽ ഒന്ന് മങ്ങിയെങ്കിലും ട്രോഫി തിരിച്ചു പിടിക്കാൻ ഇവർ റെഡിയാന്നുള്ള കാര്യം ഫസ്റ്റ് മാച്ച് ഡേയിൽ തന്നെ മനസ്സിലായിട്ടോ. അമ്മാതിരി കളി. എക്സ്പെഷ്യലി അവരുടെ പുതിയ സൈനിങ്സ് ഒക്കെ അവര് വർഷങ്ങളോളം ഈ ഒരു ടീമിൽ കളിക്കുന്ന പോലെയാണ് കളിച്ചത്. റെയിൻഡേഴ്സിന്റെ വക ഗോൾ ആൻഡ് അസിസ്റ്റ്, ഹാളണ്ട് ബാക്ക് ഓൺ സ്കോർ ഷീറ്റ്, പിന്നെ സബ്ബായി വന്ന് ചെറുക്കി. പ്രീമിയർ ലീഗ് ഒന്നും എന്നെ സംബന്ധിച്ച് ഒന്നുമല്ല എന്നുള്ള പോലെ എല്ലാ ബോളും എനിക്ക് വേണം, എനിക്ക് പാസ് തരി എന്നൊക്കെ പറഞ്ഞ് ചോദിക്കണോ, പോയിട്ട് ഗോൾ അടിക്കണോ, സ്കില്ലെടുക്കണോ. ഗൈസ് എന്ത് ജാതി കോൺഫിഡൻസാ ചെറുക്കി. ഈ ഒരു ഫ്രീഡത്തിലും ഫ്ലെയറിലും തന്നെ ആളുടെ ഇനി അങ്ങോട്ടുള്ള മാച്ചസ് കളിക്കുന്നു നമുക്ക് എക്സ്പെക്ട് ചെയ്യട്ടോ. അല്ലാതെ ഒരു പെപ്പ് റോബോട്ട് ആയിട്ടൊന്നും ആൾ മാറൂല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വോൾസിൽ നിന്ന് സൈൻ ചെയ്ത അയ്യൂരി ആളുടെ എക്സ് ക്ലബിനെതിരെ ഭയങ്കര ചില്ലായിട്ടുള്ള പെർഫോമൻസ്, ആളും അടിപൊളി കളിട്ടോ. പിന്നെ ഓസ്കാർ ബോബ് ചെങ്ങായിന്റെ കാലുമ പന്ത് ഒട്ടിച്ചു വെച്ചു എന്ന് തോന്നുന്ന ടൈപ്പ് ഒരു മൊമെന്റ് ഉണ്ടായിരുന്നു. വോൾസിന്റെ ബോക്സിന്റെ മുന്നിൽ വെച്ച് ആള് ചെയ്ത ഒരു സീക്വൻസ്. വേറെ എന്താ, ന്യൂലി പ്രൊമോട്ടഡ് ആയിട്ടുള്ള സണ്ടർലൈൻ വെസ്റ്റ് ഹാമിനെതിരെ 3-0 ജയിച്ച് എല്ലാവരും ഒന്ന് ഞെട്ടിച്ചു എന്ന് പറയാം. കഴിഞ്ഞ സീസണിലെ എക്സ് ഫാക്ടേഴ്സ് ആയിട്ടുള്ള നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് അവരുടെ ഫസ്റ്റ് മാച്ച് ഒരു കംഫർട്ടബിൾ ആയിട്ട് ജയിച്ചിട്ടുണ്ടായിരുന്നു. ലാലിഗയിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് തോറ്റു. നൈസ്, ഐ എൻജോയ്ഡ് ഇറ്റ്. അത്രക്കുള്ളൂ. ബൈ.